തോരാത്ത മഴയും ഇടിയും കാറ്റും ഒക്കെ തന്നെ എല്ലാ സ്ഥലത്തും എനിക്കറിയാം. അപ്പം നമുക്കും അതിലൊരു കുറവുമില്ല. അതുകൊണ്ട് തന്നെ കുറേ ദിവസത്തെ തുണിയും തണിയും എല്ലാം മൊത്തം കൂട്ടിയിട്ടിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ ഹോസ്പിറ്റലിൽ പോയി വന്നതിൻ്റെ സംഭവങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. നമുക്ക് ഇന്നലെ രാവിലെ പോയ കറണ്ട് പിന്നെ ഈ സമയം വരെ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ വന്ന ടൈമിൽ തന്നെ അമ്മ എല്ലായിടത്തും വാഷിംഗ് മെഷീനിൽ വാഷ് ചെയ്യാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റിയിടുന്നതിനോടുകൂടിയാണ് എൻ്റെ ഒരു ദിവസം തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് എടുത്ത് റെഡിയാക്കി വെച്ചിട്ട് വേണം ബാക്കി എൻ്റെ ഫ്രഷപ്പും പരിപാടികളൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട്. ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചുട്ടു ആൻഡ് മമ്മ. ഇപ്പോൾ രാവിലെ തന്നെ നല്ല ഹറി ബറിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടത്തിലാണ്. കാരണം നല്ല മഴയാണ്. മഴ എന്ന് പറഞ്ഞാൽ അയ്യോ നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല ലൈറ്റ് കണ്ട്, അങ്ങനത്തെ മഴയാണ്. മഴയായതല്ല പ്രശ്നം, നമുക്ക് ഒരുപാട് വാശിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ എണീച്ച് ഉടനെ തന്നെ ചെയ്യുന്ന പരിപാടി അമ്മ കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ തിരിച്ച് മറിച്ചിട്ട് വാഷ് ചെയ്യാൻ ഇടാൻ കുറേ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ആ ഒരു ടൈമിലുള്ള വാഷിങ് മൊത്തം ബാക്കിയാണ്. പിന്നെ ഹോസ്പിറ്റലിലുള്ള സമയത്തുള്ള വാഷിങ് ഉണ്ട്. അതിനെല്ലാം കൂടെ കൂട്ടിയിട്ട് ഇന്നലെ നമുക്ക് രാവിലെ പോയിട്ട് രാത്രിയാണ് കറണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. രാവിലെ അല്ല, പുലർച്ചെ ഒരു 3 മണിക്ക് അങ്ങനെ പോയതാണ്. പിന്നെ രാത്രിയാണ് നമുക്ക് കറണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് വാഷിങ് പരിപാടി ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്ന് തകർച്ചയായിട്ട് ഇവിടെ നടന്നുകൊണ്ട് നിൽക്കുന്നത്. അമ്മ കുക്കിങ്ങിലാണ്. അമ്മ രാവിലത്തെ പരിപാടിയെല്ലാം ആക്കുന്നുണ്ട്. പേക്കറോനെ എടുത്തു വന്നിട്ട് വയലിടാൻ പാടില്ല കേട്ടോ. പേക്കോ ചമ്മ സാമ്പാർ ഉണ്ടാക്കുന്നുണ്ട്. ചുട്ടു സാമ്പാറിൻ്റെ മണിപ്പുര. ചുട്ടു അമ്മയ്ക്ക് വേനയാകുന്നുണ്ടേ രാവിലെ. അമ്മ നൂൽപുട്ടാക്കീനി. നൂൽപുട്ട് സ്റ്റ്യൂ കറി. അമ്മേനോട് ചോദിക്കട്ടെ, കുട്ടനോട് ചോദിച്ചിട്ടില്ല. അമ്മമ്മയായിട്ട് എങ്ങനെയുണ്ട്? അമ്മമ്മയായിട്ട് എന്തുണ്ട്? അതാ വരുന്ന അച്ചാച്ചൻ. എന്തുകൊണ്ട് ഇനി നമ്മളിതാ ചുട്ടുപ്പിക്ക് ബ്രഷ് ചെയ്യണം അല്ലേ? ചുട്ടു ചേച്ചിക്കുട്ടി ആയില്ലേ അല്ലേ? ചുട്ടു ബിഗ് ഗേൾ ആയി ഗൈസ്. ചുട്ടു ചേച്ചിക്കുട്ടി ആയി. ചുറ്റുവാ ബേബീഷുണ്ട്. അത് തരും. അമ്മയ്ക്ക് ബേബി വന്നില്ലേ? പറഞ്ഞോടുക്ക്. എത്ര ബേബി ഉണ്ട്? ഞാനല്ല 2. അവള് ഏച്ചീനെ അമ്മ എന്നാ വിളിക്കുന്നത്. അതുകൊണ്ടാണ് അമ്മ എന്ന് പറയുന്നത് കേട്ടോ. അമ്മ അല്ലേ? അപ്പൊ നമ്മൾ ബസ് ചെയ്യട്ടെ. ബസ് ചെയ്യട്ടെ. നമ്മള് നല്ല മഴയാന്ന് പറ ചുട്ടു. ചുട്ടു ബേബിക്ക് കുട വാങ്ങണല്ലേ? നമുക്ക് കുട വാങ്ങണ്ടേ? വാങ്ങണ്ട? വേണ്ട, വാങ്ങണം. ഓക്കെ, അച്ഛയോട് പറ്റില്ലേ നമ്മള് കുട വേണം. നമ്മൾ പല്ലിരിക്കട്ടെ. മതി, പേസ്റ്റ് ഒന്നും വേണ്ട. അമ്മ ബ്രഷ് ചെയ്തു ഓൾറെഡി. പേസ്റ്റ് കാണുന്നില്ല ചുട്ടോ. അയ്യോ അതൊക്കെ കാണുന്നില്ല. സാറില്ല, പേസ്റ്റ് ഇല്ലാണ്ട് കേൾക്കാം നമുക്ക്. തേച്ചോ. അത് തുപ്പാനായില്ലേ വേഗം. നമുക്കില്ലേ കടുവയില്ലേ? കടുവ വരുമല്ലേ? വേഗം തേച്ചോ. അത് പാണ്ടയാണ്. പാണ്ട അമ്മന് പറയില്ല. അപ്പൊ ചിരിച്ച ആവശ്യത്തിന് ബസ്സിൽ തേച്ചോ. നല്ല മഴയാ. എല്ലായിടത്തും നല്ല മഴ തന്നെയാണെന്ന് തോന്നുന്നല്ലേ? നമുക്കിവിടെ നല്ല മഴയാണ്. ഒരു രക്ഷയില്ലാത്ത മഴയാണ്. ചുട്ടുമാ എൻ്റെ പറ്റി ഓടണ്ടേ? വഴുതു. അവിടെ എല്ലാം വെള്ളം ഉണ്ടാവും. അച്ഛമ്മ അടുക്കളയിലല്ല, നമുക്ക് പോയി നോക്കാം. ഇപ്പം നമ്മൾ ഇനിയിപ്പോൾ ചായ എല്ലാം കുടിക്കണം. അവിടെ എല്ലാം വെള്ളം ഉണ്ടാവേ. ചാറിലടിച്ച് ഭയങ്കര വെള്ളമാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ എന്താ പറയുക, പുറത്തേക്ക് ഇറക്കാണ്ട് ഇങ്ങനെ ഡോറടക്കലാണ് നമ്മൾ. വാടാ. ഞാൻ ഇന്ന് ചുട്ടുപ്പിക്ക് പാമ്പസ് തന്നെ ഇട്ട് കൊടുത്തു. കാരണം മഴ ആയതുകൊണ്ട് ഒന്നും ഉണങ്ങൂല.
വാ വാ. ഓ ആ അവർക്ക് വാങ്ങണ്ടേ. ഞാനിപ്പോ വന്നിട്ട് ഒന്നാ കേട്ടിട്ടുള്ളൂ എന്ന് പറയാം. ആ ഏടാ അത് മിടിയാന്നടാ. അയ്യയ്യേ ഇവളെന്നാ ചെയ്യുന്നു. ചുട്ടുപ്പി ഫിഷില്ല ടൈമു. നമുക്ക് ഇന്നലെ മുതൽ മീനില്ല. മറ്റേ കടലിലെല്ലാം പോകാനൊന്നും പറ്റില്ലല്ലോ, അതുകൊണ്ട് മീനില്ല. ഇപ്പം ഇന്ന് എങ്ങനെയാണെന്ന് അറിയില്ല. അതുകൊണ്ടാണ് അമ്മ രാവിലെ തന്നെ സാമ്പാറെല്ലാം വെച്ച് സെറ്റാക്കി വെക്കുന്നത്. ഇന്നലെ നമ്മൾ നല്ല വെള്ളരിക്കറിയും പൂമ്പാറും എല്ലാം ആക്കി. ഇന്ന് ഇനിയിപ്പം അയ്യോ ഇനി പൊങ്ങുന്നില്ല ഏട്ടാ. കള്ളിപ്പെണ്ണാണ് കളിക്കുന്നത്. നമ്മൾ സാമ്പാർ പൊടി വേണ്ട നമുക്ക് അല്ലേ? വേണ്ട മല്ലി എരൂല അല്ലേ? ഇതെന്നാ മാല റോസ്റ്റ്. അകത്ത് പോയിട്ട് ഇത് അച്ഛൻ്റെ മാല എടുത്തുകൊണ്ടുവന്ന് അതിനെ റോസ്റ്റ് ചെയ്യുന്ന പരിപാടിയാണ് നിങ്ങൾ കാണുന്നത്. എന്തെങ്കിലും ഒരു സാധനം കൈ കിട്ടിയാൽ പിന്നെ അതും എടുത്തൊരു ഓട്ടോടായുണ്ട്. പിന്നെ അതിനെക്കൊണ്ട് കുറേ നേരം ഇങ്ങനെ ഇരുന്ന് തിരിഞ്ഞു മറിഞ്ഞും ഒക്കെ കഴിച്ചോളും. അങ്ങനെ കുറച്ച് സമയം കളിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പോഴേക്കും നമ്മുടെ ചായയും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇന്ന് നമുക്ക് നൂൽപുട്ടും സ്റ്റൂ കറിയായിരുന്നു. ചുട്ടുപീത നമ്മളെ കൂടെ തന്നെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഇഡ്ഡലിയൊക്കെ ആണെങ്കിൽ ആൾ തീരെ തൊടില്ല. ഇതിപ്പോൾ കുറച്ച് കുറച്ചായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. വീണാണ്ടി വണ്ണു എന്താ? ആ അപ്പൊ നമ്മള് സാമ്പാർ ഇതാ തിളച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. എടാ I love you, I love you, I love you, Shittu. I love you, mommy, bye. I love you, I love you, I love you. ആണ്ട് എടുക്കണം. നമ്മുടെ ചായ കുടിയും പരിപാടിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇത് അമ്മേൻ്റെ സാമ്പാർ ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. നമുക്കിന്ന് മീനൊന്നും കിട്ടാത്തതുകൊണ്ട് അമ്മ പിന്നെ രാവിലെ തന്നെ സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സാമ്പാർ ആക്കി പിന്നെ വേറെ എന്തെങ്കിലും ഉപ്പേരിയോ എന്തെങ്കിലും ആക്കാമെന്ന് വിചാരിച്ചാണ് ഈ ഒരു പരിപാടിക്ക് ഇറങ്ങിയിട്ടുള്ളത്. നമ്മളെ സാമ്പാറെല്ലാം റെഡിയായി സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഉപ്പേരിക്ക് എന്തെങ്കിലും ഒന്ന് ആക്കണം. പിന്നെ മീൻ എന്തായാലും നമ്മൾ ഇപ്പോൾ കുറച്ച് ദിവസത്തേക്ക് നോക്കണ്ട, നല്ല മീനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് വലിക്കണ്ട അമ്മ മടക്കി വെച്ചതല്ലേ പൊന്നോ. അപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ ഇപ്പോൾ ചാർജില്ല, ഞാൻ ജസ്റ്റ് കുത്തി വെക്കട്ടെ. എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ഓക്കെ. നമ്മൾ ഉച്ചവരെയുള്ള പരിപാടിയെല്ലാം കഴിഞ്ഞ് എനിക്കൊരു വീഡിയോ എടുക്കാനുണ്ടായിരുന്നു, അത് ഞാൻ ലിപ്സ്റ്റിക്കെല്ലാം ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ പരിപാടിയും കഴിഞ്ഞു. ഇനിയിപ്പം ചുട്ടു ഞാൻ പാലെല്ലാം ആക്കി കൊടുത്ത ആൾ കുടിച്ചിട്ടില്ല, അവൾ ഭയങ്കര കളീൻ്റെ തിരക്കില്ല. ഇനിയിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇനിയിപ്പോൾ എനിക്ക് ഫുഡ് കൊടുത്ത് അവൾ ഉറക്കണം. പിന്നെ ഈവനിങ് ആകുമ്പോൾ നമുക്ക് ചെറിയ പരിപാടിയുണ്ട്. നമ്മളെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോകണം. ഫ്രണ്ടിൻ്റെ മോനെ, ഫ്രണ്ട് എന്നല്ല നമ്മൾക്ക് അറിയുന്ന ഒരു ആളുടെ മോനെ ഒന്ന് ചെന്ന് നോക്കാൻ പോകണം. ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്. അപ്പം ഞാൻ എന്തായാലും ചുട്ടു എന്താ ചെയ്യുന്നത് പോയി നോക്കട്ടെ. എനിക്ക് ഒറ്റ സ്ഥലമില്ല എൻ്റെ ചുട്ടു ഇരിക്കാനൊന്നും. എന്തിനാ ഈ കുറിച്ചൊക്കെ കളിക്കുന്ന ഇങ്ങനെ? അപ്പം ചോറുന്നല്ല നമുക്ക്. അമ്മ മുട്ടയാക്കി തട്ടെ ചോറുന്നേ. കുത്തക്കടി ഇതാ ഊരുന്ന സാധനമൊന്നല്ല ഇത്. അയ്യേ നമ്മളിത് ഫുള്ള് ആറിയിട്ട് സെറ്റാക്കി വെക്കാൻ പോവാം. കുറേ അലക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ 2-3 ദിവസത്തെ ഉണ്ട്, പിന്നെ ഹോസ്പിറ്റലിൻ്റെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ ആറിയിട്ട് സെറ്റാക്കട്ടെ. മഴയായതുകൊണ്ട് ഒന്നും മര്യാദയ്ക്ക് ആറാത്തതുകൊണ്ട് സ്ഥലവും ഇല്ല. എന്തായാലും ഞാൻ ആറിയിടട്ടെ.
നമ്മൾക്ക് ഒരുപാട് സാധനങ്ങൾ ആറിയിടാനുണ്ടായിരുന്നു. അതിന് എന്താ പറയുക, നമ്മളിപ്പോൾ കുറച്ച് ദിവസം ഇവിടെ ഇല്ലാത്തതിൻ്റെയും കൂടെ ആറിയിടാനുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഒന്ന് ആറി ഇതെല്ലാം ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ മാത്രമേ ഔത്ത റൗണ്ട് ഇടാൻ പറ്റത്തുള്ളൂ. ഇനിയും കുറച്ചും കൂടെ ഉണ്ട് നമുക്ക് റെഡിയാക്കി വെക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കര മഴയായതുകൊണ്ട് തന്നെ ഒരു ദിവസം പോലും വെയിലറിക്കുന്നോ ജസ്റ്റ് മഴ ചോർച്ചയോ ഒന്നുമില്ല. എല്ലാം നനഞ്ഞ് തന്നെ ഇരിക്കുന്നുണ്ട്. നമ്മൾ പോകുന്നതിന് മുന്നേ ആറിയിട്ട തുണി പോലും ഉണങ്ങി വന്നിട്ടില്ല മര്യാദയ്ക്ക്. അപ്പോൾ ആറെന്നുള്ള പ്രതീക്ഷയൊന്നും ഇല്ലാണ്ട് തന്നെ ആറിയിടുന്നുണ്ട് നമ്മൾ. തുണി ആറിയിടൽ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ താഴെ വന്നിട്ട് ഷുട്ടുപ്പിക്ക് ചെറിയൊരു ഓംലേറ്റ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു, ആൾക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഉള്ളിയിൽ ഇട്ടിട്ട് നമ്മൾ ആക്കുന്ന ഓംലേറ്റ് ഒന്നും ആൾ കഴിക്കൂല. അപ്പം ഞാൻ നോർമലി വെറും കുരുമുളകും ഉപ്പും മാത്രം ഇട്ടൊന്ന് ബീറ്റ് ചെയ്ത് ആൾക്ക് ചെറിയൊരു മുട്ട ഓംലേറ്റ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ വിചാരിച്ച കഴിക്കൂല എന്നാണ്, പക്ഷേ അവൾ അതും കൂട്ടി കുറച്ച് ചോറ് കഴിച്ചു. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു സമാധാനമായി. ഇതെന്താണ്? അയ്യോ പറ്റിച്ച് അതാ 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 എൻ്റെ മോനെ സർക്കസാ. ഇതമ്മയ്ക്ക് നമുക്ക് വേണ്ട, എനിക്ക് വേണ്ട. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഷുട്ടൂപ്പിയുടെ ഒരു ലഞ്ച് എന്ന് പറയുന്നത്. ഫിഷ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് തൈരൊക്കെ കൊടുത്തൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ ഇതാ കുറേ കുരുത്തക്കേടും കളിച്ച് കുറേ യുദ്ധത്തിന് ശേഷം ഇതാളെ ഉറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പോയിട്ട് ഫുഡ് കഴിക്കട്ടെ. എൻ്റെ ഫിഷ് ഇല്ല, അതുകൊണ്ട് എനിക്കും ഇനി ഒരു ഓംലേറ്റ് അടിക്കണം. അപ്പോൾ എന്തായാലും ഞാൻ ഫുഡ് കഴിച്ചിട്ട് പെട്ടെന്ന് വരാം. കുറച്ച് എഡിറ്റിംഗ് പരിപാടിയെല്ലാം ബാക്കിയുണ്ട്. അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കട്ടെ. അങ്ങനെ ഷുട്ടൂപ്പി ഉറങ്ങിയോണ്ട് ഞാനും നേരെ വന്ന് ചെറിയൊരു ഓംലേറ്റ് അടിച്ച് പിന്നെ എന്താ പറയുക ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. എനിക്കും ഇത് തന്നെ ആക്കാമെന്നാണ് വിചാരിച്ചത്. ഞാനും മുട്ടയൊന്നും ഇടാൻ നിന്നില്ല. ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഓംലേറ്റ് എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാനും അതുണ്ടാക്കി പെട്ടെന്ന് തന്നെ ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോഴേക്കും ഇതാ അമ്മ ഇന്നലത്തെ കറിൻ്റെ ചട്ടിയൊക്കെ വടിച്ച് ചോറ് നല്ല പരിപാടിയിലായിരുന്നു. അപ്പോൾ ബീനാൻറ്റി ഉണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോഴേക്ക് നമ്മളെല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞു, അമ്മയും ബീനാച്ചിയും കഴിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇതാ ഭയങ്കര മഴയാണ് പുറത്ത്, ഒരു രക്ഷയില്ല. നമ്മൾ ഉച്ചക്കത്തെ ചോറും പരിപാടിയെല്ലാം കഴിഞ്ഞ് കുറച്ച് സമയം റെസ്റ്റ് കഴിഞ്ഞ് എണീച്ചതാണ്. പക്ഷെ അപ്പോഴും ഭയങ്കര മഴയായിരുന്നു. ദാ ഷുട്ടൂപ്പി എണീച്ച് വന്നിട്ടുണ്ട്. ഒരു 3-3:30 ആയപ്പോൾ ആൾ എണീറ്റിങ് വന്നു. പക്ഷെ അപ്പോഴും നല്ല മഴയായിരുന്നു. കുട്ടപ്പം പുറത്ത് പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. എല്ലായിടത്തും കുറേ വെള്ളമൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു വടകര. അപ്പോൾ അത് ആളെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ നോക്കല. അതിലിടയ്ക്ക് ഞാൻ ഷുട്ടൂന് കുറച്ച് ഗോതമ്പ് പത്തലാക്കാന്ന് വെച്ചു. ബാക്കി പിന്നെ എനിക്ക് രാത്രിയിലേക്ക് ദോശയും ചൂടാൻ വേണ്ടിയിട്ട് ആക്കാമെന്ന് വെച്ചാൽ അത് റെഡിയാക്കാൻ പോവാണ്. അമ്മ തേങ്ങ ചിരകുന്നുണ്ട്, അതിൻ്റെ സൗണ്ട്. ഹലോ ഹലോ. എടാ എന്നാ ചെയ്യുന്നേ? കുട്ടാ അങ്ങനെ പൊന്നു കുട്ടാ അത് ഇത്രയോ ഇത് നാനല്ല വീട്ടിൽ സൈക്കിൾ
No. അങ്ങനെ ഷുട്ടൂപ്പിൻ്റെ കളിയും കുരുത്തക്കടെല്ലാം കഴിയുമ്പോഴേക്ക് ഇതാ നമ്മുടെ ചായയും പത്തലും റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഒരു വലിയ പൊത്തൽ തന്നെ ഉണ്ടാക്കി. അപ്പോൾ പിന്നെ എല്ലാവർക്കും കൂടെ ചായക്ക് കൂട്ടാമല്ലോ. അങ്ങനെ ഷുട്ടൂപ്പിയും കഴിച്ചു, നമ്മളും കഴിച്ചു. ഇനിയിപ്പം നമുക്കൊന്ന് പുറത്ത് പോകേണ്ട പരിപാടിയുണ്ട്. അമ്മേൻ്റെ ഗുളികയിലൊന്ന് വാങ്ങിക്കണം, അതിന് വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഞാൻ കുറേ ദിവസമായി തലയിൽ എന്താ പറയുക ഓയിലൊക്കെ ഇട്ടിട്ട് ഒന്ന് ഓയിൽ മസാജൊക്കെ ചെയ്തൊന്ന് തലയൊക്കെ കഴുകി ഫ്രഷായി കുളിക്കാമെന്ന് വിചാരിച്ചു. അത് ഞാൻ തലയിലൊക്കെ എണ്ണയിട്ട് കഴിഞ്ഞ ശേഷം പിന്നെ ഷുട്ടൂപ്പിനെ കൊണ്ടുപോയി കുളിപ്പിക്കണം. അപ്പോൾ നമ്മൾ ചായയുടെയും പരിപാടി എല്ലാം കഴിഞ്ഞ് ഞാനിപ്പോൾ ഷുട്ടൂപ്പിനെ ഒന്ന് കുളിപ്പിക്കട്ടെ. ആൾ ഉടുതുണിയിലാണ് നടക്കുന്നത്, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. അപ്പം എന്നാൽ നമ്മൾ കുളിച്ചിട്ട് വരാം. എന്നിട്ട് വേണം എനിക്ക് കുളിക്കാൻ. ഞാൻ കുറേ ദിവസമായി എണ്ണയൊന്നും തേച്ച് കുളിക്കാത്തത്, അതുകൊണ്ട് ഞാൻ തലയിൽ എണ്ണ തേച്ചു. ഇനിയിപ്പോൾ കുളിക്കണം. കുളിച്ചിട്ട് നമ്മൾ പോകുന്ന പ്ലാൻ ഇന്ന് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ പോകുന്ന ഭയങ്കര മഴയാണ്, ഒരു സ്ഥലത്ത് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കുളിക്കുകയൊക്കെ ചെയ്തിട്ട് ഒന്ന് അമ്മേൻ്റെ മരുന്ന് വാങ്ങാൻ പോകണം. അതാണ് മെയിൻ പരിപാടി. അപ്പോൾ എന്താ ഞാൻ പോയിട്ട് അവളെ കുളിപ്പിച്ചിട്ട് വരാം. അങ്ങനെ ഇതാ ഷുട്ടൂപ്പിനെ കുളിപ്പിച്ച് കഴിഞ്ഞിതാ ഞാനും പെട്ടെന്ന് തന്നെ കുളിച്ചു. അപ്പം തന്നെ ഡ്രസ്സ് ഇട്ടു. ഇനിയിപ്പം ജസ്റ്റ് ഒന്ന് എൻ്റെ സാൽസിലിക് ആസിഡ് അപ്ലൈ ചെയ്ത് നമ്മളൊന്ന് പുറത്ത് പോയിട്ട് പെട്ടെന്ന് വരാമെന്ന് വിചാരിച്ചു. നല്ല മഴയാണ്, പുറത്ത് പോയാൽ ഇറങ്ങാൻ പറ്റില്ലയോ എന്നൊന്നും അറിയില്ല. അപ്പം എന്നാലും പോയിട്ട് വരാം. തരതേ അതിനിതാ നമ്മൾ മൂന്നാളും കൂടി അടങ്ങിയിട്ടുണ്ട്. ചുട്ടു ബേബി ഉണ്ട് കൂടെ. ചുട്ടു ബേബിനോട് അവർ നിന്നോന്ന് പറഞ്ഞിട്ട് കേട്ടില്ല. നല്ല മഴയാണ്. സമയം എത്രയായിരുന്നു ശരിക്കും? 6:30. പക്ഷെ നല്ല ഇരുടായിട്ട് കാണാൻ പറ്റുന്നില്ല. മടിയിലിരിക്കണം അവൻ. എന്നാലും നമ്മൾ പോയിട്ട് മരുന്നെല്ലാം വാങ്ങിയിട്ട് വരട്ടെ. നമ്മൾ പോകുമ്പോഴൊക്കെ തന്നെ ഇതാ നല്ല മഴയായിരുന്നു. നമ്മൾ ഇറങ്ങുമ്പോൾ കുറച്ച് ചോർച്ച ഉണ്ടായിരുന്നു. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് പെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയിട്ടായിരുന്നത്. പക്ഷെ അവിടെ എത്തുമ്പോഴേക്ക് തന്നെ നല്ല മഴയായിരുന്നു. ബാക്കി നല്ല മഴ. ഇവിടെ താത്തി വെക്കാൻ പറ്റുവാ? അച്ഛൻ മരുന്ന് വാങ്ങട്ടെ. അയ്യേ, അച്ഛത്ത് പോയ ചുട്ട് നനിയില്ലേ മൊത്തം? അയ്യേ
നല്ല മഴയാണ് ഗൈസ്. നമ്മൾ ഇറങ്ങുമ്പോൾ കുറച്ച് കുറവുണ്ടായിരുന്നു, ഇപ്പം നല്ല മഴയുണ്ട്. പെട്ടെന്ന് കിട്ടുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അയ്യേ വരൂ അച്ഛമ്മ മരുന്ന് വാങ്ങട്ടെ. ഫുൾ മഴ മഴ മഴ. അമ്മേൻ്റെ മരുന്നും വാങ്ങി പിന്നെ നമ്മൾ നേരെ മുക്കാലിലേക്ക് വിട്ടു. ഒരു ചെരുപ്പ് വാങ്ങിക്കാനുണ്ടായിരുന്നു, അതായത് മഴയത്തൊക്കെ ഇടുന്ന ചെരുപ്പ് മെൻസിൻ്റെത് കുട്ടപ്പന് വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ ചെരുപ്പ് വാങ്ങുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ചുട്ടൂപ്പി ചെറുതായിട്ടൊരു ചെരുപ്പും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പിന്നെ വീട്ടിലേക്ക് പോയി. അങ്ങനെ ഇതാ നമ്മൾ ചെരുപ്പൊക്കെ വാങ്ങി സെറ്റായി. കുട്ടപ്പന് ചെരുപ്പ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് വന്നത്, പക്ഷെ നൈസായിട്ട് ഇവിടെ അതിൻ്റെ ഇടക്കൂട്ട് ഒരു ചെരുപ്പ് ഇവിടെ ഒപ്പിച്ചിട്ടുണ്ട്. അതിനിതാ ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്ന പൊന്നോ. അപ്പം എന്തായാലും വീട്ടിലെത്തിയിട്ട് കാണാം. വീട്ടിലെത്തിയതാ ഞാൻ നേരെ ദോശ ഉണ്ടാക്കാൻ വേണ്ടി കയറി. കാരണം നല്ല ഗോതമ്പ് ദോശ ആയതുകൊണ്ടേ ചൂടോടെ കഴിച്ചാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ്. അതുകൊണ്ട് ഞാൻ അമ്മേനോട് ഞാൻ വന്നിട്ടുണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചുട്ടുപ്പിക്ക് ഞാൻ ചോദിച്ചപ്പോൾ ദോശ വേണ്ട പാസ്ത മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ അവൾക്ക് പാസ്തയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ നേരെ ദോശ ചൂടാൻ വേണ്ടി പോയി. ചുട്ടുപ്പിക്ക് ദോശ വേണ്ട പാസ്ത മതി എന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് തന്നെ ഇത് പാസ്ത ഉണ്ടാക്കി കൊടുത്തു ആൾക്ക്. ഇനിയിപ്പോൾ ഇനി ഇത് കഴിക്കട്ടെ. ആ കുരുമുളകോ കഴിച്ചോ? കുഞ്ഞുമൊഴിയില്ല കാക്കറ്റ് കിട്ടി കഴിച്ചോ? തലമുട്ടല്ലേ ബാക്കിൽ? അതാ 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 എൻ്റെ അമ്മോ. ഞാൻ മുന്നേയുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ചുട്ടുപ്പി ഭയങ്കര കന്നിമ ഫാനാണ് പാട്ടിൻ്റെ. അപ്പോൾ അത് അമ്മേൻ്റെ ഫോണിൽ കേട്ടിട്ട് ഇങ്ങനെ അവൾ ഡാൻസ് കളിക്കുന്നത് ഓരോ കോപ്ര ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹലോ 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 ഒന്നും കൂടി വിളിച്ചു നോക്ക്. അതെ അമ്മേ ഹലോ ആ ചുട്ടുപാവ ഇവിടെ ഉണ്ട്, ഇതാ കളിക്കുന്നു. ആ അവളെ അമ്മയും ചുട്ടുപാവയും ഒളിച്ച് കളിക്കുക. ആ ഓക്കെ. I am going to sleep. ഇല്ല ഇല്ല ഞാൻ കളിക്കാനില്ല ഇനി എനിക്ക് കഴിഞ്ഞ് ക്ഷീണാന്ന്. എന്നാളെ എന്നാളെ നാളെ 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 മതി പ്ലീസ്. ആ എനിക്ക് വയ്യേ, ഞാൻ ഉറങ്ങാൻ പോന്നു. ഐ ആം ഗോയിങ് ടു സ്ലീപ്പ്. ഞാൻ ഉറങ്ങാൻ പോതാക്കുക. എനിക്ക് ഉറക്കം വരുന്നുണ്ട്. എല്ലാരും ഉണ്ട്, ചോളോട് ഒളിച്ചിട്ടില്ല. ഗംഗേ ആരെല്ലോ ചീത്ത പറയുന്നത്. നോ നോ ഐ കാൺട്ട്, നോ ഐ കാൺട്ട് പ്ലീസ്. അങ്ങനെ ഇതാ ഇന്നത്തെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞിതാ ചുട്ടുപ്പി ഞാനൊക്കെ മേലെ വന്നിട്ടുണ്ട്. ഇനി ബാക്കി പരിപാടി ഇവിടെ നിന്നായിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ചെറിയ ദിവസം എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അപ്പോൾ നല്ലൊരു അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, ഗുഡ് നൈറ്റ്.